ഇറങ്ങി വന്ന ആ അവസരത്തില് ചെറുപ്പക്കാരെ ആമ്പിളരെ ലോകം അടക്കെ അവൾ പച്ചത്തെറികളാണ് പറയുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. രണാസുന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണാസുന ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറിയിട്ട് കാലങ്ങൾ ഒരുപാടായിട്ടുണ്ട്. ഇപ്പോൾ വന്ന് അതിൻ്റെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയാം, എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് രണാസുന മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്താ വെള്ളം അടിക്കുന്നു, ഒന്നിച്ച് പറയണത് മൊത്തം അഹങ്കാരവും ഈ പറയുന്ന പച്ചക്കള്ളങ്ങളും, നാക്കെടുത്ത കള്ളം മാത്രമേ പറയത്തുള്ളൂ ഈ സാധനം. അങ്ങനെ സത്യം പറഞ്ഞ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നീ എന്തിനടാ ഈ ഒരു സാധനം അവളുടെ അടുത്തിട്ട് ഇടുന്നത് എന്ന്, അവളുടെ വീഡിയോ എടുത്തിടുന്നത് എന്ന് ചോദിക്കുന്നവരടുത്ത് പറയാനുള്ളത്, എൻ്റെ ഒരു റിയാക്ഷൻ ചാനലാണ്. ഇതുപോലുള്ള വൃത്തികേടുകൾ, അഹങ്കാരവും തോന്നിയോസം കാണിക്കുന്നവരെ കുറിച്ച് റിയാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആയതുകൊണ്ടാണ് ഇതുപോലുള്ള നാറികളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ അറിയാമല്ലോ, വെള്ളം അടിക്കുന്നത് ഞാൻ മാജിക് മൊമെന്റ് ആണ് അടിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. നീ എന്തോ അടിച്ചു, നീ അടിക്കുകയോ ഈ പറയുന്ന റീലെടുക്കുകയോ ഉമ്മ പിടിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്ത് തേങ്ങ വേണോ ചെയ്തോ, എനിക്ക് ഒരു വിഷയം, എനിക്ക് അതിലൊരു എതിരഭിപ്രായവുമില്ല. മനസ്സിലായോ? നിന്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് ജോലിയോ ചെയ്തു. പക്ഷെ ഇവിടെ വന്ന് ഈ തോന്നിയാസം, ഈ പ്രഹസനം കാണിക്കുമ്പോൾ എൻ്റെ അമ്മേനെ പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞു പോകുന്നതാണ്. ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. എന്തോ ഒരു ചെറിയ ലൂസ് പോയിട്ടുണ്ട്, എന്തോ ഞാൻ മറ്റവളാണ് എന്നുള്ളൊരു ചിന്തയാണ്, എന്തോ ഒരു ലൂസ്, എവിടെയോ ഒരു പിരി പോയി കിടക്കുകയാണ്. മനസ്സിലായോ? അങ്ങ് മാലാഹയെ പോലെ പറക്കുകയാണ്. ഇപ്പൊ ഇന്നലെ രാത്രി ഈ പറയുന്ന ഒരു റീൽ ഇട്ടിട്ടുണ്ട്. എവനെയോ ഒരുത്തനെ കെട്ടിപ്പിടിച്ചത് ഇനി വെണ്ണാണോ ആണാണോ ഈ പറയുന്ന പ്രതിമയാണോ ഒന്നൊന്നും പറഞ്ഞ രാത്രി ഇട്ട റീൽ ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് സംസാരിക്കാനുണ്ട്. അതുമല്ല, രണാസുനയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു അവതാരം വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, കണ്ടല്ല ആരാ ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് പാതിരാത്രിയിൽ ഇട്ടിങ്. അതായത് അവൾ കാണിക്കുന്ന എൻ്റെ അവിഹിത ബന്ധത്തിൽ, പക്ഷെ എൻ്റെ അവിഹിതമാണിത് അല്ലെങ്കിൽ എൻ്റെ കാമുകനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. മനസ്സിലായി? കുറെ എണ്ണം ചോദിച്ചിട്ടുണ്ട്, ആരാ എണിച്ചു സൂപ്പർ അടിപൊളി വൈറൽ താരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അതിൽ ഒന്നിൽ ഈ രണാസുന തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മൈ ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ആണായാൽ എനിക്കെന്ത്, പെണ്ണായാൽ എനിക്കെന്ത്, പ്രതിമയായാൽ എനിക്കൊരു തേങ്ങയില്ല. ഞാനിവിടെ സംസാരിക്കാൻ വന്നത് ഈ ഒരു പ്രഹസനത്തെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇത് സത്യം എന്തായാലും ആണാവാനുള്ള ചാൻസ് വളരെ കുറവ്. ഇത് ഇങ്ങനെ വെച്ച് ഇതുപോലുള്ള സംഭവങ്ങൾ ഇട്ട് ആൾക്കാർ നെഗറ്റീവ് പറയും. ആ നെഗറ്റീവ് കാണുമ്പോൾ കുളിര് കൊള്ളുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരു പെണ്ണും പിള്ളയാണ് ഈ ഒരു സാധനം. യാവനെ ഇനി കരീഷ്മയോ കുരീഷ്മയോ അവളെ അച്ഛനോ അവളെ അമ്മയോ അവളെ അപ്പൂപ്പനോ ആരോ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഈ ഒരു പ്രഹസനം നിർത്തണമെന്നുള്ളതാണ്. താങ്കൾ എപ്പോഴും ജീവിതകാലം മൊത്തം ഒരു വിധവയായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഒരു മനുഷ്യരും പറയില്ല. പക്ഷെ അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മള് ഇപ്പം ഭർത്താവ് മരിച്ചിട്ട് 2 കൊല്ലം എന്തോ ആയിട്ടുള്ളൂ, കല്യാണം കഴിക്കുന്നതിന് വിഷയമല്ല, അതിനേം കാട്ടി വലിയ വിഷയമാണ് ഈ വന്ന് പറയുന്നത്. എന്താണ് എനിക്ക് കാമുകനുണ്ട്, കാമുക. ഞാൻ ഒരു ചെറിയ റീലും കിട്ടും, എന്നിട്ട് ഞാൻ ബാക്കി പറയാമേ. കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. ലൈൻ കട്ട് കിട്ടി, കിട്ടാനുള്ളതൊക്കെ കിട്ടി. ആർക്കും മനസ്സിലായില്ല അത് ആക്ടിങ് ആണെന്ന്, പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന് ഒരു മനുഷ്യർക്കും മനസ്സിലായില്ല. ലൈൻ കട്ട് ഈശ്വരാ കിട്ടി. ഏത് കഥ നീ, എനിക്ക് തോന്നില്ല ഇവളെ ഈ ഇടക്കാലത്തെങ്ങാനും പിന്നീട് കല്യാണം കഴിക്കുക. എപ്പോഴെന്ന് അറിയാമോ? ഒരു ഗതിയും പരഗതിയും ഇല്ല, ഇതിന് ആരും വിളിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും തലയിൽ വീഴും. അതുവരെ ഇവള് കിട്ടുന്നുള്ളൂ. ഇവള് ഈ പറഞ്ഞ ലിവിങ് ടുഗദർ എന്നുള്ള രീതി. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്ന പ്രശ്നം, ഇങ്ങനെ ഒരു പ്രഹസനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സുധീരോടുണ്ടായിരുന്ന ഏത് തരം സ്നേഹമായിരുന്നു, എത്ര ആത്മാർത്ഥതയുണ്ട്, ഇത് വളരെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. മനസ്സിലായി? നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന ഈ പറച്ചിലാണ്. കാമുകനെ കുറിച്ച് വാചാലയാകുന്നു, കാമുകൻ എന്ന് പറഞ്ഞ് മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നു, അവളെ കെട്ടിപ്പിടിക്കുന്ന, നീ നാളെ കെട്ടിപ്പിടിക്കുന്നവര് നാളെ ചിലപ്പോൾ നിങ്ങൾ ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന റീലിടുമായിരിക്കും. ഇതാണ് പ്രഹസനം. മനസ്സിലായി? ഇത് കാണുമ്പോഴാണ് താങ്കൾക്ക് ഈ പറയുന്ന സുധി എന്ന് പറയുന്ന ഒരാളെടുത്ത് ഒരു ആത്മാർത്ഥ സ്നേഹമോ ഒന്നും ഇല്ലായിരുന്നു. അത് എനിക്ക് പണ്ടേ അറിയാം. ഈ പറയുന്ന കുറെ എണ്ണത്തിനുണ്ടല്ലോ, എല്ലാവർക്കും അറിയത്തില്ലെന്ന്, നമുക്ക് പണ്ടേ അറിയാം. താങ്കളുടെ ജീവചരിത്രം മൊത്തം അറിയാം. താങ്കൾ എവിടെ നിന്നാണ് പറഞ്ഞത്, ഈ ഗർഭത്തിന്റെ കഥ വരെ
താങ്കൾ പറയുന്നത് 6 മാസം പിന്നീട് എന്തൊരു മറ്റേ ഋതപ്പന്റെ 6 മാസം മുമ്പാണ്. അപ്പൊ ഋതപ്പൻ 6 മാസമായപ്പോ ഋതപ്പനെ പറ്റോ? അതൊന്നും അല്ല. സുധി മരിച്ചതിന് ശേഷമാണ് താങ്കൾ ഈ പറയുന്ന അബോഷൻ ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് താങ്കൾ തന്നെ സമ്മതി. എനിക്ക് നിങ്ങൾക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, നമുക്കെന്താ, ആരടുത്ത് പോയി ഗർഭം ഉണ്ടാക്കിയാലും അലസിപ്പിച്ചാലും നമുക്കെന്താ. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാമുകന് ഇത് അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്, മനസ്സിലാവും. അപ്പൊ ഇത് വെച്ച് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ നടത്തി റീച്ച് ഉണ്ടാക്കുക. ഇനിയിപ്പോ പറയും ഞാൻ ഗർഭിണിയാണ്, മറ്റേ ജാസി പറയും ഇനി ഞാൻ ഗർഭിണിയാണെന്ന് പറയും. അവള് പറയുന്നത് ഇവള് ഈ എന്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണവും കഴിക്കാനൊന്നും പോകുന്നില്ല, കഴിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു ഗതിയും പരഗതിയും വരാതെ വരുമ്പോൾ അതുവരെ കഴിച്ച തീർന്നല്ലോ, അവിടെ വെച്ച് തീർന്നു. അപ്പൊ ഇതുപോലെ എന്താണ് ഈ പറഞ്ഞതുപോലെ ലിവിങ് ടുഗദറോ മാറി 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 എന്ത് വേണോ ആയിക്കോ, നീ എന്ത് തേങ്ങ വേണോ ആയിക്കോ, സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇങ്ങനെയുള്ള പ്രകസനം കാണിക്കുമ്പോൾ നമ്മളിത് പ്രതികരിച്ച് പോകും എന്നുള്ളതാണ്. ഇതിനകത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ട് കേട്ടോ. ഏതോ ഒരു പെണ്ണായിരിക്കും, ചിലപ്പോൾ പ്രതിമയായിരിക്കും, എന്തായാലും ആണാവാനുള്ള ഇനി ആണായാലോ എന്താ. ഇനി രനാസുനിയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു താരം വന്നിട്ടുണ്ട്, മറ്റൊരു താരം. ആദ്യം ആ താരത്തിന്റെ ഒരു റീല് ഞാൻ കാണിച്ചു തരാം, അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കും അടുത്ത രനാസുനിയാണ് അല്ലെ. ഇനി രനാസുനിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ രനാസുനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പാവം പുതിയതായിട്ട് പൊങ്ങി വരുന്ന ഈ കലാകാരിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം റീല് കാണിക്കാം. നീ എന്റെ തൊടുവാണോ? ഇല്ല, ഉണ്ടല്ലോ അങ്ങനെ. നീ എന്റെ പിള്ളേർ ഇവന്റെ പേര് അഭിലാഷ് എന്തോണ്. ഇവൻ കുറെ പെണ്ണുമ്പിള്ള ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് കിടക്കുന്നുണ്ട്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഉമ്മ എന്തോരൊക്കെ കോപ്രായങ്ങൾ. ഇവരൊക്കെ വേറെ യൂണിവേഴ്സിലാണ്, ഇവരൊക്കെ വേറെ ഏതോ ഈ പറയുന്ന അലൻ ജോസ് പെരേര, അവരൊക്കെ വേറെ ഒരു യൂണിവേഴ്സിൽ താമസം, അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇതുപോലെ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ പേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ പെണ്ണുപിള്ള. ഒരു റീലും കൂടി കാണിച്ചു തരാമേ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്നുള്ളതാണ്. ഈ അഭിലാഷന്ദ്രമാണ് ഈ അവന്റെ പേര്. അവന് കുറെ പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അവന് പിടിയും വലിയൊക്കെ തന്നെയാണ്. അവല് മെയിനായിട്ട് ഇതിടുക, ഇത് കൊണ്ട് 4 ഈ രനാസുന കാണിക്കും പോലെ 4 റീച്ച് ഉണ്ടാക്കുക, അതുവഴി കുറച്ച് ഫെയിം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ തെറി വിളിച്ചാലും ഇവർക്ക് ഒരു മൈൻഡും ഇല്ല. അവർ ആ രീതിയിലാണ്. ഇനി ഈ പെണ്ണുമ്പിള്ള പറയുന്ന മറ്റൊരു കേസുണ്ട്. ഈ പെണ്ണുമ്പിള്ളയുടെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നതുണ്ട്, അതും കേൾപ്പിച്ചു തരാമേ. ഇറങ്ങി വന്ന ആ അവസരത്തില് ചെറുപ്പക്കാര ആമ്പിളരെ ലോഹം അടക്കെ അവൾ പച്ചത്തെറികളാണ് പറയുന്നത്. എന്നിട്ടും അവൾക്ക് ഇപ്പം ഉദ്ഘാടനമായി പിന്നെ വീട് വെച്ചു കൊടുക്കുന്നു, ഒരുപാട് ആൾക്കാർ പോയി കാണുന്നു, അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾക്ക് അവൾക്ക് സപ്പോർട്ടായി ഇപ്പോൾ ആളുകൾ നിൽക്കുന്നു. ഞങ്ങൾ നിസ്സാര ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇത്രത്തോളം അനാവശ്യമായ രീതികൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ അതിനകത്ത് കാണിച്ചത്. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇവരാരെയാണ് പ്രചോദനമായിട്ട് എടുക്കുന്നത്? രനാസുനയാണ്. രനാസുനയെ എല്ലാരെയും ഓടി നടന്ന് തെറി വിളിക്കുന്നു ആണല്ലോ, എന്തൊക്കെ തെറി വിളിച്ചു. പക്ഷെ ഇപ്പോഴും അവളെ പൊക്കാൻ വേണ്ടിയിട്ട് കുറെ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത കുറെ നാറികളുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കും അതുപോലെ ആയിക്കൂടെ എന്നുള്ളത് വെൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ആകാം. കാരണം പിന്നെ യൂണിവേഴ്സിലുള്ള കുറെ ആൾക്കാരുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട്. നിങ്ങൾ ഇതിപ്പോ ചെയ്തതുപോലെ വേണമെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഒരു മറച്ചിലോ എന്തോ ഇതുപോലുള്ള ഈ പറയുന്ന നമുക്ക് കണ്ടാച്ചിരിക്കുന്ന തരത്തിലുള്ള റീലുകൾ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ ഫേമസ് ആയിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഫേമസ് ആവും. രനാസുനയുടെ കുറെ ഫാൻസുകളുണ്ട്, അവർ നിങ്ങളെ ഫേമസ് ആക്കി എടുക്കും എന്നുള്ളതാണ്. അപ്പോ ഇവിടെ രനാസുന സൃഷ്ടിക്കുന്നത് ഇതുപോലെയുള്ള താരങ്ങളെയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. രനാസുനയെ കണ്ട് പ്രചോദയായി വന്ന ഒരു സ്ത്രീയാണ്. ഇതല്ല കുറെ എണ്ണം ഉണ്ട്. അവർ നോക്കുമ്പോൾ ശരിയാണ്, ഒരുത്തി ഓടിയിടുന്ന് തെറി വിളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വയറ് കാണിക്കുന്നു, പിന്നെ കുറെ അഹങ്കാരം പറയുന്നു, കുറെ കള്ളങ്ങൾ വിളിച്ചു പറയുന്നു, ഭർത്താവിനെ തള്ളി പറയുന്നു, ഭർത്താവ് മറ്റതാണ്, അങ്ങനെ കുറെ ഉടായ്പകൾ പറയുന്നു. ഉടായ്പകളാണെന്നറിഞ്ഞിട്ടും ഇതെല്ലാം കള്ളങ്ങളാണ് എന്നറിഞ്ഞിട്ടും ഇവള് ലോക ഉടായ്പാണെന്ന് അറിഞ്ഞിട്ട് പോലും ജനങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് കമന്റ് കിട്ടിയിട്ട് പോലും അവളിപ്പോ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? നമുക്കും ഇതുപോലെ കുറെ വൃത്തികെട്ട റീൽസ് എടുക്കാം, കുറെ വയറും ശരീരഭാഗങ്ങളും മറ്റതും മറിച്ചതൊക്കെ കാണിച്ച് കുറെ റീലിടാം, കുറെ തെറിവിളികൾ കുറെ കമന്റ് വന്നാലും രനാസുനയെ സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള കുറെ നാറികളുണ്ടല്ലോ, അവര് വന്ന് എന്നെയും സപ്പോർട്ട് ചെയ്യും എന്ന്
ഇവർ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇവരെ ഞാൻ കുറ്റവും പറയുന്നില്ല. ഇവരെങ്ങനെ കുറ്റം പറയും? റെനാസുനെ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവരുടെ ഫ്രണ്ടിൽ എന്താണ് ഇപ്പൊ വിജയിച്ച് നിൽക്കുകയാണ് ഇതുപോലുള്ള നാറത്തരങ്ങൾ കാണിച്ചിട്ടൊക്കെ. അപ്പൊ ഇതുപോലുള്ള കുറെ എണ്ണം ഉണ്ട്. അലൻ ജോസ് പെരേരയുടെ കൂട്ടത്തിൽ ഏതോ ഡോക്ടറിന് മുൻനിർത്തി ചേർന്ന് ചാടനുണ്ട്. ഇതൊക്കെ എന്ത് യൂണിവേഴ്സ്, ഇത് ഏത് രാജ്യം എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞിടാത്തത്. അപ്പൊ എനിക്ക് റെനാസുനെ എടുത്ത് പറയണം, നീ കെട്ടയോ പിന്നീട് ഈ പറയുന്ന എന്താണ് ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ആളെ മാറ്റോ ഒക്കെ ചെയ്തു. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള പ്രകസനം ചെയ്യുമ്പോൾ തന്റെ കാമുകനെ കുറിച്ചും തന്റെ അഭിഹിതത്തെ കുറിച്ചൊക്കെ വന്ന് വ്യാജാലയാവുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കേസ്. ഭർത്താവ് മരിച്ചിട്ട് 2 മാസമേ ആയുള്ളൂ. ഉള്ളി കിടക്കിട്ട് എടുത്ത് പുറത്തിടുമ്പോൾ നിങ്ങൾ ആരെയോ കെട്ടോ പ്രേമിക്കോ എന്തോ ചെയ്തെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക്, ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറയുന്ന ഈ സുധീരെടുത്ത് എന്തുമാത്രം ആത്മാർത്ഥ പ്രണയമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതും ആ സുധിയുടെ മരണം താങ്കൾ എത്ര പിന്നീട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതും ഇത് വ്യക്തമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ സുധിയുടെ മരണം ഇപ്പൊ ആസ്വദിക്കുകയാണ്. ആ കാലമാടം പോയല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് അരിയാഹാരം കഴിക്കുന്നത് കൊണ്ടും ഇതുപോലുള്ള കാണുമ്പോൾ വ്യക്തമായിട്ട് അറിയാം എന്തായിരുന്നു ഇവരുടെ മനസ്സിൽ, ഇപ്പോൾ എന്താണ്. സത്യം പറഞ്ഞാൽ സുധി മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന അല്ലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആരും ചോദിച്ചാൽ ഞാൻ പറയുന്നത് താങ്കളാണെന്ന് പറയും. ആ രീതിയിലുള്ള പ്രകസനമാണ് താങ്കൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.